ഞാൻ ജിജാസ്. ഒരു ഡയറക്ടറിന്റെ പേര് കേട്ടാൽ നമ്മ പടത്തിനായി ഇടിച്ചു കയറുകയാണ്. മറ്റാരുമല്ല ഞാൻ പറയുന്നത് ലോകേഷ് കനകരാജ്. കൂലി റിട്ടേൺ ആൻഡ് ഡയറക്ടഡ് ബൈ ലോകേഷ് കനകരാജ്. സ്റ്റാറിംഗ് ദ വൺ ആൻഡ് ഓൺലി സ്റ്റൈൽ മന്നൻ, നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനി. കൂടെ നമ്മുടെ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിലെ ഒരുപാട് സ്റ്റാറുകൾ. തെലുങ്കിൽ നിന്നും കിങ് നാഗാർജുന, കന്നഡയിൽ നിന്നും ഉപേന്ദ്ര ഉപ്പി, പിന്നെ സത്യരാജ്, മലയാളത്തിൽ നിന്നും നമ്മുടെ സ്വന്തം സൗബിൻ, ബോളിവുഡിൽ നിന്നും മിസ്റ്റർ പെർഫെക്ഷനിസ്റ്റ് അമീർ ഖാൻ. അങ്ങനെ ഇന്ത്യൻ സിനിമാസിലെ തലതൊട്ടപ്പന്മാരി എല്ലാം ഉണ്ട് കേട്ടോ. ആദ്യമായി പടത്തിനെ കുറിച്ച് പറയാനുള്ളത് ഡയറക്ഷൻ തന്നെയാണ്. ലോകേഷ് കനകരാജ് കിട്ടിലോസ്കി. മ്യൂസിക് അനിരുദ്ധ്. ഒന്നും പറയാനില്ല, പാട്ടുകളൊക്കെ നമുക്ക് കേട്ട് കഴിഞ്ഞ് ഇതിനോടകം തന്നെ ഹിറ്റുകളാണ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഒരു രക്ഷയില്ല, പൊളി തന്നെ. പിന്നെ അഭിനയത്തിലേക്ക് വരണമെങ്കിൽ നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനികാന്ത്, ദേവ അടിച്ച് പൊളിച്ചേക്കണേണ്. വില്ലൻ സൈമൺ, നാഗാർജുന പൊളി, ഉപേന്ദ്ര സൂപ്പർ, സത്യരാജും നല്ലതായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നമ്മുടെ സ്വന്തം സൗബിൻ മലയാളത്തിൽ നിന്നും തമിഴകം ഇളക്കി മറിക്കും. മിസ്റ്റർ പെർഫെക്ഷനിസ്റ്റ് അമീർ ഖാൻ. ദാഹ ട്രെയിലറിൽ നമ്മ എന്ത് കണ്ടുവോ അത് തന്നെ. പിന്നെ മെയിൻ ആയിട്ടുള്ളതും ഒരു മലയാളി സാന്നിധ്യം തന്നെയാണ് സിനിമാറ്റോഗ്രാഫി. നീലാകാശം പച്ചക്കടൽ, ഗപ്പി, അങ്കമാലി ഡയറീസ്, ജല്ലിക്കെട്ട്, പിന്നെ തമിഴിലെ തന്നെ ലോകേഷിന്റെ തന്നെ മുൻ ചിത്രമായിട്ടുള്ള വിക്രം, തെലുങ്ക് ഫിലിം കിങ്ഡം, ഇതൊക്കെ ക്യാമറ ചലിപ്പിച്ചിട്ടുള്ള നമ്മുടെ സ്വന്തം കൊല്ലംകാരനായ ഗിരീഷ് ഗംഗാധരൻ. എഡിറ്റിംഗ് ലോകേഷ് ഫിലിമുകളിലെല്ലാമുള്ള ഫിലിമിൻ രാജ്. നമ്മുടെ തലൈവരുടെ 171ാമത്തെ ചിത്രമായ കൂലി എന്തായാലും നമ്മളെ നിരാശപ്പെടുത്തില്ല. മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ. ലോകേഷ് കനകരാജ് പടം.